ആധുനിക ലോകക്രമത്തിൽ മിഡിൽ ഈസ്റ്റ് എന്നും ഒരു കത്തുന്ന അഗ്നിപർവ്വതമാണ്. എന്നാൽ കഴിഞ്ഞ കുറച്ച് ആഴ്ചകളായി ഇറാനും അമേരിക്കയും തമ്മിൽ ഉടലെടുത്തിരിക്കുന്ന അസ്വാരസ്യങ്ങൾ കേവലം നയതന്ത്ര തർക്കങ്ങൾക്കപ്പുറം ഒരു സമ്പൂർണ്ണ യുദ്ധത്തിലേക്ക് വിരൽ ചൂണ്ടുന്നവയാണ്. അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് തന്റെ വിദേശ നയത്തിൽ സ്വീകരിക്കുന്ന കടുത്ത നിലപാടുകളും അതിനെ പ്രതിരോധിക്കാൻ ഇറാൻ പരമോന്നത നേതാവ് അയത്തുള്ള അലി ഖമേനി നടത്തുന്ന നീക്കങ്ങളും ലോകത്തെ ആശങ്കയിലാഴ്ത്തുന്നു. ഡൊണാൾഡ് ട്രംപിന്റെ ഭരണകൂടം ഇറാനുമായുള്ള ബന്ധത്തിൽ ഒരു ഇടപാട് ഉറപ്പിക്കൽ തന്ത്രമാണ് പയറ്റുന്നത്. ഇതിന്റെ ഭാഗമായി അദ്ദേഹം നിശ്ചയിച്ചിട്ടുള്ള 10 ദിവസത്തെ സമയപരിധി ലോകരാഷ്ട്രങ്ങൾക്കിടയിൽ വൻ ചർച്ചയായിരിക്കുകയാണ്. ഈ വ്യാഴാഴ്ച ജനീവയിൽ നടക്കാനിരിക്കുന്ന ചർച്ചകൾ ലോകം ഉറ്റുനോക്കുന്നു. ട്രംപിന്റെ വിശ്വസ്തനായ സ്റ്റീവ് വിറ്റ്കോഫും മരുമകൻ ജാരഡ് കുഷ്ണറുമാണ് ചർച്ചകൾക്ക് നേതൃത്വം നൽകുന്നത്. കുഷ്ണർ മുൻപ് എബ്രഹാം കരാറുകൾക്ക് പിന്നിൽ പ്രവർത്തിച്ച വ്യക്തി എന്ന നിലയിൽ ഈ ചർച്ചകൾക്ക് വലിയ പ്രാധാന്യമുണ്ട്. 2015 ആണവ കരാറിൽ നിന്നും അമേരിക്ക പിന്മാറിയതിനു ശേഷം ഉണ്ടായ വിടവ് നികത്താൻ പുതിയൊരു കരാർ വേണമെന്നാണ് ട്രംപിന്റെ ആവശ്യം. എന്നാൽ ഇത് ഇറാന്റെ മിസൈൽ പ്രോഗ്രാമുകളെയും പ്രാദേശിക സ്വാധീനത്തെയും കൂടി നിയന്ത്രിക്കുന്ന ഒന്നായിരിക്കണമെന്ന് അമേരിക്ക വാശി പിടിക്കുന്നു. അമേരിക്കയുടെ ഭാഗത്തു നിന്നുള്ള ഭരണകൂട മാറ്റത്തിനുള്ള നീക്കം ഉണ്ടാകുമെന്ന് ഇറാൻ ഭയപ്പെടുന്നുണ്ട്. ഇത് മുൻകൂട്ടി കണ്ട അയത്തുള്ള അലി ഖമേനി ചില നിർണായക നീക്കങ്ങൾ നടത്തിക്കഴിഞ്ഞു. ഖമേനി തന്റെ പിൻഗാമികളെ നിശ്ചയിച്ചു കഴിഞ്ഞതായാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. ന്യൂയോർക്ക് ടൈംസ് റിപ്പോർട്ട് ചെയ്യുന്നതനുസരിച്ച് 4 പ്രധാന വ്യക്തികളെ അദ്ദേഹം ഉന്നത സ്ഥാനങ്ങളിലേക്ക് നിർദ്ദേശിച്ചിട്ടുണ്ട്. ഏതെങ്കിലും സാഹചര്യത്തിൽ ഖമേനി സ്ഥാനമൊഴിയേണ്ടി വന്നാലോ അല്ലെങ്കിൽ ആക്രമണം ഉണ്ടായാലോ ഭരണകൂടം തകരാതിരിക്കാനുള്ള തന്ത്രമാണിത്. ഖമേനിയുടെ ഉപദേഷ്ടാവായ അലി ലാരിജനി പറയുന്നത് ഇറാൻ ഇപ്പോൾ മുമ്പത്തേക്കാൾ ശക്തമാണെന്നാണ്. കഴിഞ്ഞ കുറച്ച് മാസങ്ങളായി സൈനികമായ പോരായ്മകൾ പരിഹരിക്കാനും പ്രതിരോധ കവചങ്ങൾ ശക്തമാക്കാനും ഇറാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്. യുദ്ധം ഞങ്ങളുടെ മേൽ അടിച്ചേൽപ്പിക്കപ്പെട്ടാൽ ഞങ്ങൾ ശക്തമായി തിരിച്ചടിക്കുമെന്ന അദ്ദേഹത്തിന്റെ മുന്നറിയിപ്പ് ഇറാൻ നേരിട്ടുള്ള ഏറ്റുമുട്ടലിന് തയ്യാറാണെന്നുള്ള സൂചനയാണ് നൽകുന്നത്. 10 ദിവസത്തിനുള്ളിൽ കരാറിൽ എത്തിയില്ലെങ്കിൽ ഇറാനിൽ ബോംബിടുമെന്ന ട്രംപിന്റെ മുന്നറിയിപ്പ് വാഷിംഗ്ടണിൽ വലിയ തർക്കങ്ങൾക്ക് വഴിവെച്ചിരിക്കുകയാണ്. അമേരിക്കൻ ഭരണഘടന അനുസരിച്ച് യുദ്ധം പ്രഖ്യാപിക്കാനുള്ള അധികാരം കോൺഗ്രസിനാണ്. തോമസ് മാസിയെയും റോ ഖന്നയെയും പോലുള്ള ജനപ്രതിനിധികൾ ട്രംപിന്റെ സൈനിക നടപടികളെ നിയമവിരുദ്ധമായി കാണുന്നു. കോൺഗ്രസിന്റെ അനുമതിയില്ലാതെ ആക്രമണം നടത്തുന്നത് തടയാൻ അവർ ഒരു പ്രമേയം കൊണ്ടുവരാൻ ശ്രമിക്കുന്നു. മറുവശത്ത് ലിൻസെ ഗ്രഹാമിനെ പോലെയുള്ളവർ സൈനിക നടപടി അനിവാര്യമാണെന്ന് വിശ്വസിക്കുന്നു. ഇറാനിലെ ആണവ കേന്ദ്രങ്ങളും നേതൃത്വവും ലക്ഷ്യമാക്കി വലിയൊരു ആക്രമണ പദ്ധതി ട്രംപിന്റെ മേശപ്പുറത്തുണ്ടെന്നതാണ് പുറത്തുവരുന്ന വിവരം. ഇത് കേവലം ഭീഷണി മാത്രമല്ലെന്ന് തെളിയിക്കാൻ കഴിഞ്ഞ ജൂണിൽ അമേരിക്ക ഇറാനിൽ നടത്തിയ മിന്നൽ ആക്രമണങ്ങൾ ചൂണ്ടിക്കാണിക്കപ്പെടുന്നു. ഇറാൻ നേരിടുന്ന ഏറ്റവും വലിയ വെല്ലുവിളി പുറത്തുനിന്നുള്ള ഭീഷണിയല്ല, മറിച്ച് അകത്തുനിന്നുള്ള ജനരോക്ഷമാണ്. പുതുവത്സരത്തിന് ശേഷം ഇറാനിൽ പ്രക്ഷോഭങ്ങൾ ശക്തമായിരിക്കുകയാണ്. പ്രതിഷേധങ്ങൾ അടിച്ചമർത്താൻ ഇറാൻ ഭരണകൂടം ഇന്റർനെറ്റും ടെലിഫോൺ ലൈനുകളും വിച്ഛേദിച്ചു. പൗരന്മാർ ലോകവുമായി ബന്ധപ്പെടുന്നത് തടയുകയാണ് ഇതിന്റെ ലക്ഷ്യം. എന്നാൽ എലോൺ മസ്കിന്റെ സ്റ്റാർലിങ്ക് ഉപഗ്രഹ സാങ്കേതികവിദ്യ ഇവിടെ നിർണായകമായി. ഈ സാങ്കേതികവിദ്യ ഉപയോഗിച്ച പ്രതിഷേധക്കാർ ഇപ്പോഴും വാർത്തകളും വീഡിയോകളും പുറം ലോകത്തെത്തിക്കുന്നു. സ്റ്റാർലിങ്കിന്റെ സഹായത്തോടെയുള്ള ഈ വിവര കൈമാറ്റം ഇറാൻ ഭരണകൂടത്തിന് വലിയ തലവേദനയാണ് സൃഷ്ടിക്കുന്നത്. ട്രംപ് പരസ്യമായി പ്രതിഷേധക്കാരെ പിന്തുണയ്ക്കുന്നത് ഇറാൻ അധികാരികളെ കൂടുതൽ പ്രകോപിപ്പിക്കുന്നു. അടുത്ത 2 ആഴ്ച മിഡിൽ ഈസ്റ്റിന്റെ ഭാവി നിർണ്ണയിക്കുന്നവയായിരിക്കും. ജനീവയിലെ ചർച്ചകൾ പരാജയപ്പെടുകയാണെങ്കിൽ ട്രംപ് തന്റെ സൈനിക അധികാരം ഉപയോഗിക്കുമോ എന്നതാണ് പ്രധാന ചോദ്യം. ഇറാൻ ആണവായുധം നിർമ്മിക്കുന്നതിൽ നിന്ന് തടയുക എന്നതാണ് അമേരിക്കയുടെ പ്രഖ്യാപിത ലക്ഷ്യവും. എന്നാൽ ഇറാന്റെ ലക്ഷ്യം തങ്ങളുടെ പരമാധികാരം സംരക്ഷിക്കുകയും മേഖലയിലെ സ്വാധീനം നിലനിർത്തുകയുമാണ്. ഇറാൻ അമേരിക്ക ബന്ധം എന്ന ഒരു നൂൽപ്പാലത്തിലൂടെയാണ് കടന്നുപോകുന്നത്. ട്രംപിന്റെ മാക്സിമം പ്രഷർ തന്ത്രവും ഖമേനിയുടെ പ്രതിരോധ അച്ചുതണ്ടും തമ്മിലുള്ള സംഘർഷം ഒരു ആഗോള പ്രതിസന്ധിയായി വളരാം. യുദ്ധമുണ്ടായാൽ അത് കേവലം 2 രാജ്യങ്ങളെ മാത്രമല്ല, ആഗോള എണ്ണ വിപണിയെയും ലോക സമാധാനത്തെയും ബാധിക്കും. നയതന്ത്ര ചർച്ചകൾ വിജയിക്കുമോ അതോ ആകാശത്ത് നിന്ന് ബോംബുകൾ വർഷിക്കപ്പെടുമോ എന്ന് വരും ദിവസങ്ങൾ നമ്മെ ബോധ്യപ്പെടുത്തും. ഇറാനും അമേരിക്കയും തമ്മിലുള്ള നിലവിലെ സംഘർഷത്തിൽ ഏറ്റവും നിർണായകമായ പങ്ക് വഹിക്കുന്ന രാജ്യങ്ങളിൽ ഒന്നാണ് ഇസ്രയേൽ. ഇറാന്റെ ആണവ പദ്ധതികളെ തങ്ങളുടെ നിലനിൽപ്പിന് തന്നെ ഭീഷണിയായാണ് ഇസ്രയേൽ കാണുന്നത്. അതിനാൽ തന്നെ ട്രംപ് ഭരണകൂടം സ്വീകരിക്കുന്ന കടുത്ത നിലപാടുകളെ ഇസ്രയേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു പൂർണ്ണമായും പിന്തുണയ്ക്കുന്നു. ഇസ്രയേലിന്റെ പ്രധാന നിലപാടുകൾ ഇവയാണ്. ഇറാന്റെ ആണവ കേന്ദ്രങ്ങൾ ബോംബിട്ട് നശിപ്പിക്കുമെന്ന ട്രംപിന്റെ ഭീഷണിയെ ഇസ്രയേൽ സ്വാഗതം ചെയ്യുന്നു. നയതന്ത്ര ചർച്ചകൾ പരാജയപ്പെട്ടാൽ ഇറാനെ സൈനികമായി നേരിടാൻ ഇസ്രയേൽ സ്വന്തം നിലയ്ക്കും തയ്യാറെടുപ്പുകൾ നടത്തുന്നുണ്ട്. ഇറാൻ ഒരിക്കലും ആണവായുധങ്ങൾ കൈവശം വയ്ക്കാൻ പാടില്ലെന്നതാണ് ഇസ്രയേലിന്റെ പ്രഖ്യാപിത നയം. ഇതിനായി ഇറാന്റെ സൈനിക കേന്ദ്രങ്ങളിലും ശാസ്ത്രജ്ഞർക്ക് നേരെയും ഇസ്രയേൽ പലപ്പോഴും രഹസ്യ നീക്കങ്ങൾ നടത്താറുമുണ്ട്. ഹിസ്ബുള്ള, ഹമാസ് തുടങ്ങിയ ഗ്രൂപ്പുകൾക്ക് ഇറാൻ നൽകുന്ന പിന്തുണ ഇല്ലാതാക്കാൻ അമേരിക്ക കൂടുതൽ സമ്മർദ്ദം ചെലുത്തണമെന്ന് ഇസ്രയേൽ ആവശ്യപ്പെടുന്നു. ഇറാനിലെ ആഭ്യന്തര പ്രക്ഷോഭങ്ങളെ ഇസ്രയേൽ അനുകൂലിക്കുന്നു. ഖമേനിയുടെ നേതൃത്വത്തിലുള്ള ഭരണകൂടം തകരുന്നത് മിഡിൽ ഈസ്റ്റിൽ തങ്ങളുടെ സുരക്ഷ വർദ്ധിപ്പിക്കുമെന്ന് അവർ വിശ്വസിക്കുന്നു. ചുരുക്കത്തിൽ ട്രംപിന്റെ മാക്സിമം പ്രഷർ തന്ത്രത്തിന് പിന്നിലെ പ്രധാന ചാലകശക്തി ഇസ്രയേലാണ്. അമേരിക്ക പിന്മാറിയാലും ഇറാന്റെ ആണവ കേന്ദ്രങ്ങളെ ആക്രമിക്കാൻ തങ്ങൾ മടിക്കില്ലെന്ന ശക്തമായ സന്ദേശമാണ് ഇസ്രയേൽ നൽകിക്കൊണ്ടിരിക്കുന്നത്.